4 പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക്. 1984-ൽ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ആക്സിയം 4 കേന്ദ്ര സർക്കാർ, യൂറോപ്യൻ ഏജൻസി സ്പോൺസർ ചെയ്യുന്ന ബഹിരാകാശ യാത്രികർ എന്നിവർ ഉൾപ്പെടുന്ന രണ്ടാമത്തെ വാണിജ്യ ബഹിരാകാശ ദൗത്യമാണ്. ഇന്ത്യ, പോളണ്ട്, ഹംഗറി എന്നിവർ 40 വർഷത്തിന് ശേഷം ബഹിരാകാശ യാത്രയിലേക്ക് മടങ്ങി വരുന്നത് കൂടിയാണിത്. രണ്ടാമത്തെ യാത്രയാണ്. 3 രാജ്യങ്ങളും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഒരു ദൗത്യം നിർവഹിക്കുന്നത് ആദ്യമായിട്ടും. നാളെയാണ് പേടകം യാത്ര തിരിക്കുന്നത്. ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ്. എങ്കിലും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ISRO മെമ്പർ എന്നൊക്കെയുള്ള നേട്ടം ഇനി മുതൽ ശുഭാംശു ശുക്ലയുടെ പേരിലാകും. ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ല ചൊവ്വാഴ്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെടുകയാണ്. ശുഭാംശുവിനെ അനുഗമിക്കുന്ന ബഹിരാകാശ യാത്രികരിൽ പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് ഉച്നാൻസ്കി, വിസ്നിയവസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു, അമേരിക്കൻ ബഹിരാകാശ യാത്രിക പെഗ്ഗി വിറ്റ്സൺ എന്നിവരുമുണ്ട്. ശുഭാംശുവിന്റെ ബുദ്ധിശക്തിക്കും അറിവിനും 130 വയസ്സ് പ്രായമാണ് ടിബോർ കാപ്പു നിശ്ചയിച്ചിരിക്കുന്നത്. ഡ്രാഗൺ ക്യാപ്സൂളിലെ പൈലറ്റായി ശുഭാംശുവിനെ കിട്ടിയതിൽ തനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്നാണ് അദ്ദേഹം പങ്കുവച്ചത്. ബഹിരാകാശവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യയിൽ ഇതിനകം നല്ല എക്സ്പീരിയൻസ്ഡ് ആണ് ശുഭാംശു ശുക്ല. 675 ദിവസം ബഹിരാകാശത്ത് ചിലവഴിക്കുകയും 10 ബഹിരാകാശ നടത്തങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്ത മുതിർന്ന അമേരിക്കൻ ബഹിരാകാശ യാത്രികനും മ്യോൺ കമാൻഡറുമായ വിറ്റ്സൺ പറയുന്നു. ശുഭാംശു പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സമർത്ഥനാണ്. ശുഭാംശു തന്റെ സഹപ്രവർത്തകരെയും പ്രശംസിച്ചു. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകം ചൊവ്വാഴ്ച ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം വൈകുന്നേരം 5:52-ന് ഫാൽക്കൺ 9 റോക്കറ്റിൽ പറന്നുവരും. ആക്സിയം സ്പേസ് പുറത്തിറക്കിയ ഒരു വീഡിയോ ശുഭാംശു പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ഇതൊരു അത്ഭുതകരമായ യാത്രയായിരുന്നു. ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ ഭാഗ്യവാനാണ്. തന്റെ ആരാധനാ കഥാപാത്രമായ രാകേഷ് ശർമ്മയെ പോലെ അടുത്ത തലമുറയെ ബഹിരാകാശ ശാസ്ത്രം ഒരു കരിയറായി സ്വീകരിക്കാനും ഒരു ബഹിരാകാശ യാത്രികനാകാൻ ശ്രമിക്കാനും പ്രചോദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു. 1984-ൽ സോവിയറ്റ് യൂണിയന്റെ സോയൂസ് ബഹിരാകാശ പേടകത്തിലാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോയത്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ യാത്രികനാണ് രാകേഷ് ശർമ്മ. ശുഭാംശുവിനാണ് പൈലറ്റിന്റെ റോൾ. പോളണ്ടിൽ നിന്നുള്ള സ്വാവോസ് ഉസ്നാൻസി വിസ്മെവ്സ്കിയും ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കപ്പുവുമാണ് മറ്റു യാത്രികർ. ഫ്ലോറിഡയിലെ സ്പേസ് എക്സിന്റെ റോക്കറ്റ് നിലയത്തിൽ നിന്ന് ഫാൽക്കൺ 9 റോക്കറ്റിലാണ് ആക്സിയം പേടകം ബഹിരാകാശത്തേക്ക് കുതിക്കുക. ബഹിരാകാശ നിലയത്തിൽ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ശുഭാംശു മടങ്ങിയെത്തും. സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങിവന്ന അതേ ഡ്രാഗൺ പേടകത്തിലാണ് ശുഭാംശു ശുക്ലയും സംഘവും പോകുന്നത്. ഈ അനുഭവം അടുത്ത വർഷത്തെ ഗഗൻ യാത്രയ്ക്കും കരുത്താകും. ബഹിരാകാശത്ത് സ്പേസ് സ്റ്റേഷൻ മാതൃകയിൽ 4 ദിവസം കഴിയുന്നതാണ് ഗഗൻയാൻ പദ്ധതി. ശുഭാംശു ശുക്ല ഉൾപ്പെടെ 4 യാത്രികരെയാണ് ഗഗൻയാൻ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അങ്കദ് പ്രതാപ്, അജിത് കൃഷ്ണൻ എന്നിവരാണ് സഹയാത്രികർ. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.